ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് വരാം. ഈ മാസം എന്താണ് നടന്നത്? ഏകദേശം 20-ാം തീയതി ആയി അല്ലേ? അപ്പോൾ 22 അപ്പോൾ ഈ മാസം കഴിയാറായി. ഇനി ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഈ മന്ത് കഴിയണം. പക്ഷേ പുതിയൊരു ഓൾ ടൈം ഹൈ ഒന്നും ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പ്രീവിയസ് ഹൈനെയൊക്കെ പ്രൈസ് ബ്രേക്ക് ചെയ്യാൻ പറ്റി. അതായത് ഒരു ഇൻസൈഡാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഉണ്ടായ ഒരു ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് തന്നെയാണ് മെയ് ജൂണിലൊക്കെ നടക്കുന്നത്. പക്ഷേ എന്നാലും പ്രൈസ് ഒരു കഴിഞ്ഞ മാസം ഉണ്ടാക്കിയതിനേക്കാൾ ഒരു ഹൈ 450 എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ട് ബുള്ളിഷായിട്ട് നിൽക്കുന്നില്ല. നല്ല സ്ട്രോങ് ഒരു ബുള്ളിഷ് സ്ട്രെങ്ത്തിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരാം. കഴിഞ്ഞ വീക്ക് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ വീക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് നല്ലൊരു ബിയറിഷിലേക്ക് വന്നു. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് ഇറങ്ങിയത്. നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ഇമേജ് അവിടെ കിട്ടും. 5 ദിവസമായിട്ട് പ്രൈസ് ബിയറിഷിൽ തന്നെയായിരുന്നു. നമ്മളുടെ ഈ ഒരു ഓർഡർ ഫ്ലോയുടെ മെയിൻ ടാർഗറ്റ് ആയിരുന്നു പ്രീവിയസ് ഹൈ. ആ പ്രീവിയസ് ഹൈ എടുത്തത് ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയത് കൊണ്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പുൾ ബാക്ക് എടുത്തത്. ഈ ഒരു പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് എടുക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തേക്ക് നമ്മുടെ വാറിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന് ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ നല്ല ബുള്ളിഷിലേക്ക് കയറിപ്പോകാൻ ഓൾറെഡി പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏകദേശം ഇവിടം വരെയൊക്കെ വന്നിട്ട് കയറിപ്പോകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. പക്ഷേ ആ ഒരു പൊസിഷനിൽ വന്നിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രൈസ് നമ്മൾ വിചാരിച്ച അത്രയും കാര്യമായിട്ട് കയറുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ബുള്ളിഷിലാണ് നിൽക്കുന്നത്. എക്സ്ട്രീം പ്രീമിയത്തിൽ നിൽക്കുന്ന ഒരു സാധനം വീണ്ടും വില കൂടാന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയത്തിൽ നിൽക്കണേ, ഇനിയും കൂടാം. പക്ഷേ ഇങ്ങനെ കൂടാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രൈസ് താഴേക്ക് പോരാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. അത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. വീണ് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു എൻട്രി കിട്ടുകയും ചെയ്യും. നല്ലൊരു ബുള്ളിഷിലേക്ക് വീണ്ടും ഒരു ബുള്ളിഷ് റാലി, നമുക്ക് നല്ല രീതിയിലുള്ള റാലി കിട്ടും. നമുക്ക് നോക്കാം 4 ഹവറിൽ എന്താണ് സംഭവിച്ചേക്കണേന്ന്. 4 ഹവറിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ബിയറി സ്ട്രക്ചറാണ്. ആ ഒരു ബിയർ സ്ട്രക്ചറിൻ്റെ എങ്ങോട്ടാണ് പ്രൈസ് പോകുന്നത്. പക്ഷേ ഈ ലോയ്ക്ക് ഇച്ചിരി നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോയിലൊക്കെ പ്രൈസ് തിരിച്ച് കയറി വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബൈയൊക്കെ പരമാവധി യൂസ് ചെയ്യുക. പക്ഷേ പ്രൈസ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സെല്ലിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞത് സെല്ലും ബൈയും നിങ്ങൾ എന്ത് ചെയ്യുക എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് സെല്ലെടുത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രൈസ് തിരിച്ചു വന്നിട്ട് അതിൻ്റെ ഹൈ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബൈ എടുത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ബൈയുടെ ലോ എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ ലോങ് ടൈം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ അടിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഒരു പ്രീവിയസ് ഹൈയൊക്കെ തന്നെ ഒരു 50% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ബൈ എടുക്കുക, സെല്ല് എടുക്കുക, വീണ്ടും ബൈ എടുക്കുക, സെല്ല് എടുക്കുക. ഈ ഒരു സാധനം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷേ പല ആൾക്കാരും ചെയ്യാത്ത റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കഴിഞ്ഞ ആഴ്ചത്തെ മൂവ്മെൻറ്റ്സ് നോക്കിയേ. പ്രൈസ് മൺഡേ ഇവിടെ നിന്ന് മൂവ് ചെയ്തു, ബൈ എടുക്കുന്നതൊക്കെ നമുക്ക് നല്ല ഹോൾഡ് ചെയ്യുന്നു, നല്ല പ്രോഫിറ്റ് കിട്ടുന്നു. ഈ രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്തത്. അതിന് മുമ്പത്തെ നോക്കിയാൽ ബൈ കിട്ടുന്ന സെറ്റപ്പുകളൊക്കെ എല്ലാം നല്ല രീതിയിൽ, അതായത് മൂവ്മെൻറ്റ്സ് കൂടുതലായിരുന്നു. ഒരു ദിവസം തന്നെ പ്രൈസ് 60, 70, 80, $100, $120 വരെയൊക്കെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവ്മെൻറ്റ്സ് എടുത്ത് നമ്മൾ കുറേ മാസങ്ങളായിട്ട് ശീലിച്ചു പോയി. അതായത് ഒരു 6-7 മാസമായിട്ട് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ്സ് എടുത്ത് ശീലിച്ചത് കൊണ്ട് തന്നെ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മൈൻഡിൻ്റെ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ച് ടാർഗറ്റുകൾ വെക്കാൻ നിൽക്കുക, അതനുസരിച്ച് പ്രോഫിറ്റ് എടുക്കാൻ നിൽക്കുക, അതനുസരിച്ച് ട്രേഡ് എടുക്കാൻ നിൽക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച മൺഡേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് പ്രൈസ് റേഞ്ചിലേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റേഞ്ച് ട്രേഡ് എടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ ബൈ എടുത്ത് ആ ബൈയൊക്കെ പ്രീവിയസ് ഹൈ ടാർഗറ്റ് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് പ്രീമിയം, ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ബ്രേക്ക് ഈവൻ. ഈ രീതിയിൽ ബൈയും സെല്ലും എടുക്കുമ്പോൾ ഒരെണ്ണം പ്രോഫിറ്റും ഒരെണ്ണം ബ്രേക്ക് ഈവനും ഇങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ നിങ്ങൾ ഓവറോൾ നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സ്പെഷ്യലി ഒരു 100K അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു $5,000 അല്ലെങ്കിൽ ഒരു $3,000 പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 500-1000 താഴെ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ബ്രേക്ക് ഈവൻ അടിക്കും. ബ്രേക്ക് ഈവൻ അടിക്കണമെന്നല്ല, 1-2 ബ്രേക്ക് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കില്ല, ബ്രേക്ക് ഈവൻ വെക്കില്ല. പ്രോഫിറ്റ് എടുക്കാത്തതുകൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ വെക്കില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു $1,000-1,500 ലോസ് വരാം. ചിലപ്പോൾ 1-2-3% ഈ ഒരാഴ്ച ലോസ് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാനത് പറഞ്ഞായിരുന്നു. പക്ഷേ കുറേ ആളുകളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് ബൈയും സെല്ലും എടുത്ത് ചെറിയ ടാർഗറ്റുകൾ വെച്ചു. അത് ഞാൻ പറഞ്ഞത് ഒരു $10 വെക്ക്. ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ഓരോ ട്രേഡ് പോകുമ്പോഴും $10 വെക്ക്, അല്ലെങ്കിൽ ഒരു $15, $5 ഓരോ ചെറിയ മൂവ്മെൻറ്റ്സ് ഉള്ള ആ മൂവ്മെൻറ്റ്സിനനുസരിച്ച് ടാർഗറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഈ ഒരു റേഞ്ച് തന്നെ പിടിക്കാനേ ഞാൻ പറയുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു നല്ലൊരു ബൈ സെറ്റപ്പിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ എൻട്രി നമ്മൾ ഹോൾഡ് ചെയ്തു, ഫസ്റ്റ് ടാർഗറ്റ് എടുത്തു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഈ ട്രേഡ് എടുക്കുന്നത് അല്ലേ, 351 എടുത്തു. നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഇത് തന്നെ നോക്കിയാൽ 375 ഉണ്ട്, ഏകദേശം $24-25 മൂവ്മെൻറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ എന്ത് ചെയ്യുക, ഇത് വെക്കുക 361, 371 ഇത് വെക്കുക. സെക്കൻഡ് ടാർഗറ്റ് അടിച്ചു. തേർഡ് ടാർഗറ്റ് ഒരു 70% പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു 30-25 റൺ ചെയ്യുക. അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ അടിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ലെന്നേ. നമുക്ക് അടുത്ത ഇപ്പോൾ ഈ സെല്ലും എടുക്കുക. ഈ സെല്ല് എടുക്കുമ്പോൾ ഫസ്റ്റ് ലോ ടാർഗറ്റ് അടിച്ചു, സെക്കൻഡ് ഈ ലോ ടാർഗറ്റ് അടിച്ചു, കഴിഞ്ഞു. അതിൻ്റെ 2 ട്രേഡ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് നമ്മൾ എടുക്കേണ്ട പ്രോഫിറ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടി. വീണ്ടും ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, പ്രീവിയസ് ഹൈ ടാർഗറ്റ് അടിച്ചു, പ്രൈസ് വന്ന് വീണ്ടും അവിടെ വന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവനോ സെക്കൻഡ് ടാർഗറ്റ് അടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ അടിച്ചു, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഈ സെല്ലും കൂടി നമുക്ക് കിട്ടുമെങ്കിൽ ഈ സെല്ല് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്ത് പോകുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, സെക്കൻഡ് ടാർഗറ്റ് അടിച്ചു, നമ്മൾ ഈ സെല്ല് എടുക്കാതെ, നമുക്ക് ഇവിടെ നിന്നൊരു സെക്ഷൻ്റെ സെല്ലുണ്ടായിരുന്നു, സെല്ലെടുക്കാതെ നിൽക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇത് ഈ ടാർഗറ്റ് കൊടുക്കാത്ത ആൾക്കാരായിരിക്കും ഈ സെല്ലെടുക്കാത്ത. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു ടാർഗറ്റ് ഇവിടെ എത്തട്ടെ, അല്ലെങ്കിൽ കയറിപ്പോട്ടെ. ഫ്രൈഡേ ആയിരിക്കുമല്ലോ, ഫ്രൈഡേ ഏഷ്യൻ ലണ്ടനും ട്രേഡ് ചെയ്തോ, ന്യൂയോർക്ക് ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എങ്ങനെ വേണമെങ്കിലും പോകും. പല ആൾക്കാരും പറഞ്ഞതാണ് ന്യൂയോർക്ക് ഇവിടെ ഒന്ന് സെല് ചെയ്യാൻ പറയാൻ പറ്റില്ല, ചിലപ്പോൾ പോകും. പക്ഷേ അത് സാധ്യത കുറവാണ്. ജസ്റ്റ് സെലിബ്രേറ്റ് എന്നേ. നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ട്രേഡ് ചെയ്യുന്നു. നമ്മളൊരു ജോലിക്കാരനെ പോലെ നോക്കല. എന്നെ സംബന്ധിച്ച് എൻ്റെ ട്രേഡ്സിൻ്റെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു. ആഴ്ചയിൽ ചിലപ്പോൾ ഒരു 3, 4, 5 ട്രേഡ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ട്രേഡ് എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ കുറവ് ട്രേഡ്സാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഞാൻ നല്ല പ്രോഫിറ്റിൽ തന്നെ പോകുന്നു. പക്ഷേ എനിക്കൊരു എൻ്റെ ലൈഫിൽ തന്നെ ട്രേഡിങ്ങിലൊരു ബ്രേക്ക് ത്രൂ എടുക്കാനുള്ള ഒരു ടൈമായി തുടങ്ങിയെന്ന് എനിക്കറിയാം. അതിൻ്റെ മാറ്റങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു $1000, $2000, $3000 ഒന്നും പ്രോഫിറ്റ് എടുത്തായിരുന്നെങ്കിൽ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചൊരു ലെവലൊന്നും $3000 എടുത്തു കഴിഞ്ഞ സമയത്ത് ലൈഫിലില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒരു $3000 എടുത്തു കഴിഞ്ഞാൽ നമ്മളവർക്ക് വലിയ സംഖ്യയാണ്. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം മാറി, നമ്മുടെ ചിലവുകൾ മാറിക്കഴിഞ്ഞപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ ചിലവാക്കാനായിട്ട് ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട. നമുക്ക് ആവശ്യമാണ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ ഈ സമയത്ത് വേണ്ട ആവശ്യങ്ങളാണ് നമ്മൾ നിറവേറ്റുന്നത്. അപ്പോൾ നമുക്കൊരു ആഴ്ചയിലൊരു $10,000 അല്ലെങ്കിൽ ഒരു $10,000-20,000 അല്ലെങ്കിൽ നല്ല ട്രേഡ് കിട്ടുമ്പോൾ ഒരു $100,000 പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ മാറേണ്ട ഇതായി. എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് സെറ്റായി, നമ്മുടെ ട്രേഡ് മാനേജ്മെൻറ്റ് സെറ്റായി, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് സെറ്റായി, ഇതൊക്കെ എല്ലാം റെഡിയായി നമ്മൾ നമ്മൾ അടിപൊളി ട്രേഡുകളിലേക്ക് കയറുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ നല്ല പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മാറും. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴും നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഡേയുടെ പ്രൈസ് വീണ്ടും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒരു ട്രേഡ് നോക്കാം. പക്ഷേ ഇവിടേക്ക് എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന സെല്ല് പരമാവധി നോക്കുക, മണ്ടലത്തെ മാർക്കറ്റ് നോക്കുക, പ്രൈസ് താഴേക്ക് തന്നെയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ പോകണമെങ്കിൽ ലോയിൽ നോക്കുക. പക്ഷേ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ ആ ന്യൂസിൻ്റെ ഇമ്പാക്റ്റിലപ്പോൾ നെക്സ്റ്റ് വീക്കാണ് ന്യൂസ് വന്നെന്നും പറഞ്ഞാൽ അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ബൈ കിട്ടുന്നിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിയും, ചിലപ്പോൾ ഏത് ദിവസമായിരിക്കും ഏത് സമയത്തായിരിക്കും കയറിപ്പോണേന്നൊന്നും പറയാൻ പറ്റില്ല. കയറിപ്പോയി ആ റാലി പിടിക്കും, അത്രമേ ഉള്ളൂ. അല്ലാതെ ആ എൻഡിൽ നിന്ന് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും എല്ലാവരോടും പറഞ്ഞ വാശി പിടിക്കരുത്. അപ്പോൾ പ്രൈസ് ഇനി നല്ല ഡിസ്കൗണ്ടിലേക്കാണ് വരാൻ പോണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഒറ്റ നല്ല വീഴ്ച വീഴും. ആ വീഴ്ച വീഴുന്നത് നല്ല ഏതെങ്കിലും നല്ലൊരു പൊസിഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാം, നല്ലൊരു ട്രേഡ്സ് എടുക്കാം. നല്ല ട്രേഡ്സുകൾ ഒരുപാടുണ്ട്. ഈ ഓരോ ലോയും പ്രൈസ് താഴേക്ക് വീണ് നിൽക്കുക, 2 ദിവസം കൊണ്ടായിരിക്കുമ്പോൾ ഒരു $100-200 വീഴുന്നത്, 2-3 ദിവസം കൊണ്ട് $200 വീഴുക. അങ്ങനെയൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു $100 വീണ ഒരു ദിവസം നിൽക്കുന്ന സമയത്തൊക്കെ അവിടെ നിന്നൊരു ബൈ എടുക്കാൻ നോക്കുക, വീഴണ സമയത്ത് ഒരു സെല്ലെടുക്കാൻ നോക്കുക. അപ്പോൾ പ്രൈസ് എങ്ങനെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രൈസ് മൂവ് ചെയ്തത്, അത് തന്നെ ആയിരിക്കും 4-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം പ്രൈസ് ആവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ് എടുക്കുക. ബാക്കി ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിയുടെ 2 സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കുക. റേഞ്ച് തന്നെയാണെങ്കിൽ പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ തന്നെ പിടിക്കുക. ഇപ്പോൾ ഈ ആഴ്ച നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ചിലാകുമ്പോൾ ഒരുപാട് ട്രേഡുകൾ നല്ല ട്രേഡ് ഉണ്ടെന്ന് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ അതേപോലെ തന്നെ അടുത്ത ആഴ്ച കിട്ടണമെന്നില്ല, അതിൻ്റെ ഒരു 70% കിട്ടാം. നെക്സ്റ്റ് വീക്കും റേഞ്ചിലാണെങ്കിൽ അതിൻ്റെ ഒരു 50% കിട്ടാം. മാറിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ വന്ന് വീണ്ടും അതേ പാറ്റേൺ തന്നെ മാർക്കറ്റിൽ വന്നെയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ആ പാറ്റേൺ ഹണ്ട് ചെയ്യും, അതിൻ്റെ ലിക്വിഡിറ്റി എടുക്കും, പുതിയ പാറ്റേൺ കൊണ്ടുവരും,
അപ്പോൾ പുതിയ പാറ്റേൺ എങ്ങനെ കൊണ്ടുവരും, അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ആ പാറ്റേൺ വന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി മാർക്കറ്റ് എങ്ങനെയാണ് മാറുന്നതെന്ന്. വളരെ സിമ്പിളാണിത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് ഉള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നിങ്ങളുടെ എയിം ആ ട്രേഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ കൺഫർമേഷൻ കിട്ടി, ആ ട്രേഡ് എങ്ങനെ മാനേജ് ചെയ്യാം, ഇതായിരിക്കണം. അല്ലാതെ അവിടെ എടുക്കുന്ന റിസ്കിനെ കുറിച്ചോ നിങ്ങൾക്കുണ്ടായ ലോസിനെ കുറിച്ചോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചോ വേറെ ഒന്നും ചിന്തിക്കരുത്. റിവെഞ്ച് ട്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും, നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും സെറ്റാകില്ല. ഞാൻ ഇന്നേ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ആ ട്രേഡ് എങ്ങനെ മാനേജ് ചെയ്യാം, അതെങ്ങനെ നല്ല രീതിയിൽ എടുക്കാം, അതിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾ മാത്രം ടാർഗറ്റ് വെക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് എടുക്കാനുള്ളൊരു മാർക്കറ്റ് അല്ല, എന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യുന്നതല്ലല്ലോ. ഇതിന് സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ലാത്ത നല്ല ട്രേഡ്സുകളൊക്കെ ഉണ്ടായിരുന്ന ആഴ്ചയാണ്. പക്ഷേ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഒരു ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വീക്കിലും നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ കാണാൻ പറ്റും. പ്രൈസ് നല്ലൊരു ബിയറിഷിലേക്ക് ഒരു പുൾ ബാക്ക് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെയൊക്കെ വേണമെങ്കിൽ വന്നിട്ട് വീണ്ടും കയറാം. അപ്പോൾ ബൈ സൈഡ് ബിയറിഷിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബൈ സൈഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടാർഗറ്റൊക്കെ തന്നെ വെക്കാട്ടെ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒബിയൊക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുക, ഇവിടെ ഒരു എക്സ്ട്രീമാണ്, നല്ല രീതിയിൽ ബൈ എടുക്കാം. സെല്ലിലേക്ക് കിട്ടുന്ന സാധ്യതകളും യൂസ് ചെയ്യുക, രണ്ട് സൈഡിലേക്ക് യൂസ് ചെയ്യുക. ബൈയിലേക്ക് ഇതേപോലെ കണ്ടോ, ഇതൊക്കെ നമ്മൾ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇട്ട ട്രേഡുകളാണ്. ഇപ്പോൾ നല്ല പൊസിഷൻ ആയിരുന്നില്ലേ, ഇവിടെ ഒരു ബൈ എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷ് വന്നു, ഇവിടുത്തെ ഈ ഒരു POയിൽ വന്നു, നല്ല റിയാക്ഷൻ. വിക്കോബി ആണെന്നുണ്ടെങ്കിലും കറൻസിയൊക്കെ ആ വിക്കോബി നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് തൊട്ട് താഴെയുണ്ട്, അവിടെ വരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ എൻട്രി മിസ്സാവും. കിട്ടുന്ന കൺഫർമേഷൻ ഇവിടെ ഒരു എൻട്രി എനിക്ക് സ്റ്റോപ്പ്ലെസ് അടിച്ചു, നെക്സ്റ്റ് ആണ് അവിടെ നിന്നാണ് നെക്സ്റ്റ് ആണ് പ്രൈസ് മൂവ് ചെയ്ത് കയറിപ്പോയത്. അപ്പോൾ നമുക്ക് 1 hour നോക്കുമ്പോൾ പ്രൈസ് ബിയറിഷാണ്. നമുക്ക് ബിയറിഷിലേക്കുള്ള ഇവിടെ നിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് നോക്കാം, ധൈര്യമായിട്ട് അവിടെ സെല്ല് നോക്കാം. രണ്ട് സൈഡിലേക്കും എൻട്രികൾ നോക്കുക. കറൻസികളിൽ കിട്ടുന്ന ട്രേഡ്സുകളൊക്കെ പരമാവധി യൂസ് ചെയ്യുക. ഇപ്പോൾ 50 മിനിറ്റിൽ ചേഞ്ച് ഓഫ് കയറ്റാം, പക്ഷേ 50 മിനിറ്റിൻ്റെ ഈ OBയിൽ വന്നു ഒരു കൺഫർമേഷൻ കിട്ടി, ധൈര്യമായിട്ട് ബൈ നോക്കുക. 50 മിനിറ്റ് ഐഡിയും ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ട്രേഡുകളൊക്കെ ഒരുപാട് ട്രേഡ്സുകൾ നമ്മുടെ കറൻസികളിലുണ്ട്. അപ്പോൾ ആ ട്രേഡുകളൊക്കെ പരമാവധി യൂസ് ചെയ്യുക. അതേപോലെ നമുക്ക് USDയിലേക്ക് വരാം. USD നോക്കുമ്പോൾ ഈ മാസം ബുള്ളിഷാണ്, ബ്രിട്ടീഷ് പൗണ്ടിനെ പോലെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ വീക്ക് പ്രൈസ് ഒരു ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു, പ്രൈസ് ബുള്ളിഷിലേക്കും പോയിട്ടുണ്ട്, ബിയറിഷിലേക്കും മൂവ് ചെയ്തിട്ടുണ്ട്. ഡേയുടെ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് ഏകദേശം ഒരു 4 ദിവസം എടുത്തു കഴിഞ്ഞാൽ റേഞ്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. വലിയ രീതിയിലൊന്നും ബിയറിഷിലേക്ക് പ്രൈസ് വന്നിട്ടില്ല അല്ലേ. അതേ രീതിയിൽ തന്നെയൊക്കെ മൺഡേ ഒന്ന് പ്രൈസ് ഒന്ന് ബുള്ളിഷിലേക്ക് വന്ന് നെക്സ്റ്റ് ട്യൂസ്ഡേ വെനസ്ഡേ പ്രൈസ് ഇറങ്ങി വീണ്ടും തേഴ്സ്ഡേ ഫ്രൈഡേയുമായിട്ട് പ്രൈസ് തിരിച്ച് കയറുന്നുണ്ട്. നമുക്ക് 4 hour നോക്കാം. 4 hour ഇവിടെ നല്ലൊരു OB ഉണ്ട്, ഞാൻ ഇട്ടതാണ്. പക്ഷേ ഈ OB പ്രൈസ് ഇനിയും കയറിയിട്ടാണ് വന്നെങ്കിൽ ഈ OB ഫെയിലായി പോകും. ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്നൊക്കെ തന്നെ പ്രൈസ് തന്നെയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ ലിക്വിഡിറ്റി എടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ നല്ല റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളിപ്പോൾ SMC ആണെങ്കിൽ എന്ത് സെറ്റപ്പ് ആണെങ്കിലും പഠിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 20 മില്യണും 50 മില്യണൊക്കെ ഉണ്ടാക്കിയ ആളുകൾ പറയുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് എന്തെന്നാണ്, ഈ യൂറോപ്യൻസിൻ്റെ ഇൻ്റർവ്യൂ, അതായത് $1 ബില്യൺ വരെ ഉണ്ടാക്കിയ ഒരുപാട് ട്രേഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അവരെല്ലാവരും പറഞ്ഞാൽ 1 സെറ്റപ്പ് പഠിക്കുക, അതിൽ നിങ്ങളെന്ത് ചെയ്യുക, എക്സ്പേർട്ട് ആവുക. അതിൽ ആ ഒരു സെറ്റപ്പിലൂടെ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാരും 90% ആൾക്കാരും ട്രേഡിങ് പഠിച്ചിട്ട് ഒന്ന് ഗാംബിൾ ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഗാംബ്ലിങ് നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യും, പക്ഷേ അവർ പഠിച്ച രീതിയിൽ ഒരു 2 സ്ഥലം അടിക്കുമ്പോൾ പഠിക്കാത്ത രീതിയിൽ പല സ്ഥലങ്ങളും ഓവർ ട്രേഡ് ചെയ്യും, കുറേ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇങ്ങനെ സംഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് പറ്റും, ഇതിനി ചെയ്തിട്ട് കാര്യമില്ല, നെക്സ്റ്റ് കോഴ്സ് പഠിക്കും. ഇതെല്ലാം തെറ്റായ രീതിയിൽ യൂസ് ചെയ്തേക്കണോണ്ട് കുറച്ച് ആൾ കഴിയുമ്പോൾ നെഗറ്റീവോ, നിങ്ങളൊരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രേഡിൽ റിസൾട്ട് ഉണ്ടാകാത്ത സാധ്യത വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ഗാംബ്ലിങ്ങാണ് ചെയ്യുന്നത്, നിങ്ങൾ പഠിച്ചൊരു സെറ്റപ്പ് ചെയ്യുന്നില്ല. നിങ്ങളൊരു പഠിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കോഴ്സ് എടുക്കാൻ വരുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, അത് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണോ പഠിച്ച് അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആകുന്ന കാര്യങ്ങൾ അടുത്തടുത്ത് അത് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കോഴ്സ് പഠിച്ചു പോവുക. അപ്പോൾ അത് പഠിച്ചിട്ട് അത് ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരുപാട് ട്രാപ്പുകളുണ്ടാവും. ആ ട്രാപ്പെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. ട്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് എൻട്രീസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ഏറ്റവും നല്ല പാറ്റേൺസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾ ഒരു പെയറിൽ മാത്രം ട്രേഡ് ചെയ്യുക. ആ പെയറിൽ നിങ്ങൾ പഠിച്ച് സെറ്റപ്പ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് എക്സ്പേർട്ട് ആവും. അതിൻ്റെ ലിക്വിഡിറ്റി ഹണ്ടൊക്കെ എങ്ങനെയാണ്, അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ അത് ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രേഡറാവും. അല്ലാതെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പോയാൽ കിട്ടുന്ന 10,000 25,000, പക്ഷേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഒറ്റ ട്രേഡിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല പറയണം. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ വന്നിട്ട് ഒറ്റ ട്രേഡിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്നില്ല, നല്ല രീതിയിൽ ലേൺ ചെയ്യുന്നില്ല. എങ്കിൽ ഏൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ എവിടെ നിന്ന് നമ്മൾ ലേൺ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം. നമ്മൾ തുടങ്ങുന്ന സീറോയിൽ നിന്നായിരിക്കും തുടങ്ങുക. ഞാനിപ്പോഴും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഒരിക്കലും നമ്മളിതിൽ പഠനം തീരുന്നില്ല. ഏത് കാര്യത്തിലാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ് ആണെങ്കിലും, ജോലിയാണെന്നുണ്ടെങ്കിൽ, എന്ത് കാര്യത്തിലാണെങ്കിലും, ലൈഫിലാണെന്നുണ്ടെങ്കിൽ പഠനം തീരുന്നില്ല. എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. പഠിക്കാനുള്ള ഒരു സ്റ്റുഡൻറ്റിനെ പോലെ മാർക്കറ്റിനെ കാണുക. അപ്പോൾ മാർക്കറ്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങളുടെ സെറ്റപ്പിൽ ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നല്ല ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ബുള്ളിഷിൽ കിട്ടുന്ന എൻട്രി നോക്കാം. പക്ഷേ ബിയർഷിൽ കിട്ടുന്ന സെൽ ഓഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കിയാൽ ഈ ഒരു പാറ്റേണിൽ കണ്ട് ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്കണം. അപ്പോൾ ബൈയും സെല്ലും നോക്കുക. പക്ഷേ കൂടുതലും ബൈയിലേക്ക് തന്നെ നോക്കാവുന്നതായിരിക്കും നല്ലത്. നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. കുറച്ച് നാളായി ഓസ്ട്രേലിയ, കഴിഞ്ഞ ആഴ്ച ഒരു ട്രേഡ് ഇട്ട് ചെറിയ പ്രോഫിറ്റ് ആയിട്ട് എനിക്കൊന്ന് $130 എന്തോ കിട്ടിയുള്ളൂ. മന്ത് നോക്കുമ്പോൾ ഒരു ബുള്ളിഷാണ്. നല്ല ലിക്വിഡിറ്റി, പ്രീവിയസ് മന്തിൻ്റെ ഹൈ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് ഇറങ്ങിയേക്കണത്. നോക്കിക്കഴിഞ്ഞാൽ വീക്കിനെ ആണെങ്കിലും പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എടുത്തു, പ്രീവിയസ് വീക്കിൻ്റെ ലോയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഡേയിലേക്ക് വരാം. 5 ദിവസമായിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, ഒരു ബിയറിഷിലേക്കാണ്. ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുന്ന പറയും, ഈ ഒരു ഓബിയാണ് ഇപ്പോഴും വന്നത്. ഈ ലിക്വിഡിറ്റി എടുക്കും വീണ്ടും ഇറങ്ങണേ. പ്രൈസ് തിരിച്ച് കയറുന്നില്ല അല്ലേ. ഇവിടെ ഒരു ഐഡിയയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ ഇതൊരു ഓബി ആയിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ലോയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലിക്വിഡിറ്റിയാണ്, വീണ്ടും നല്ലൊരു ബൈ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ഇച്ചിരിയും കൂടി ക്ലാരിറ്റി നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടോ പ്രൈസ് ലിക്വിഡിറ്റി എടുക്കുന്നത് നിങ്ങൾക്ക് ബൈയും സെല്ലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു പൊസിഷൻ തന്നെ ഉണ്ട്. പ്രൈസ് ബുള്ളിഷിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് പലപ്പോഴും മേജർ ഹൈ എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്ന ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. മെയിൻ ഹൈ എടുത്തിട്ട് ലിക്വിഡിറ്റി എടുത്ത് പോകണേണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ലോ എടുത്തു കഴിഞ്ഞപ്പോഴാണെങ്കിലും പ്രൈസ് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് പോകണേ. അപ്പോൾ ഇവിടെ ഇച്ചിരി ബോഡി ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പ്രീവിയസ് ഈ ലോയുടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫെയിലാകുന്നുണ്ട്, ഇവിടെ ഫെയിലാകുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തത് ഫെയിലാകുന്നുണ്ട്. അപ്പോൾ താഴേക്കും വരാം. അപ്പോൾ 2 സൈഡിലേക്കും ട്രേഡ്സുകൾ നോക്കുക. അതേപോലെ തന്നെ പരമാവധി നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു മൈൻഡ്. നിങ്ങളിപ്പോൾ ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാകും, പക്ഷെ എന്നും പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ മാർക്കറ്റിനെ കാണുക. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, ഇപ്പോൾ നല്ല ബുള്ളിഷിൽ പോവും, നല്ല ബിയറിഷിൽ പോവും, അതേപോലെ തന്നെ പ്രൈസ് നല്ല എഫിഷ്യൻ്റായിട്ട് പോകും. നല്ല ബുള്ളിഷിൽ പോകുമ്പോൾ നല്ല ഇൻഎഫിഷ്യൻ്റായിട്ടും പ്രൈസ് പോവും. മനസ്സിലായ, നല്ല ബുള്ളിഷിലാണ് പോകുന്നത്. ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ രീതിയിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് ചിലപ്പോൾ ചെറിയൊരു കൺഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത്, പ്രൈസ് ഭയങ്കര കിട്ടുമ്പോൾ. അതേപോലെ പ്രൈസ് ബുള്ളിഷിലേക്ക് എങ്ങനെ നല്ല എഫിഷ്യൻ്റായിട്ട് ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്യും. അപ്പോൾ ഈ എഫിഷ്യൻ്റായിട്ട് പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുക, അതും മനസ്സിലാക്കി വേണം ട്രേഡ് എടുക്കാണ്ട. പ്രൈസിൽ ഇങ്ങനെ നല്ല എഫിഷ്യൻ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ മാർക്കറ്റ് എന്താണെന്ന് നോക്കുക. അതേപോലെ പ്രൈസ് ഒരു റേഞ്ചിലേക്ക് മൂവ് ചെയ്യും. പ്രൈസ് ഇങ്ങനെ ഒരു റേഞ്ചിൽ നിന്നിട്ട് കണ്ടോ ലിക്വിഡിറ്റി എടുക്കും, വീണ്ടും ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കും, വീണ്ടും ഇവിടുത്തെ ലിക്വിഡിറ്റി. റേഞ്ച് പല രീതിയിലുണ്ട്. ബുള്ളിഷ് റേഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ ബിയറിഷ് റേഞ്ച് ഉണ്ട്, സൈഡ് വേ ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇതെല്ലാം ഒരു ബുള്ളിഷ് റേഞ്ചാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യുക, ഈ ഹൈ എടുത്ത് വീണ്ടും പ്രൈസ് ചിലപ്പോൾ ഈ ലോയൊക്കെ പ്രൈസ് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും പുതിയ ഹൈ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അതേപോലെ പ്രൈസ് ബിയറിഷിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രൈസ് ബിയറിഷിലേക്ക് മൂവ് ചെയ്യാനായിട്ടും എടുക്കാം. ചിലപ്പോൾ ഇങ്ങനെ 2 സിക്സ് ആക്സ് സൈഡിലേക്കും പ്രൈസ് മൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണോ പ്രൈസ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ട്രേഡ് 2 സൈഡിലേക്കും ട്രേഡ് എടുക്കാമെന്ന്. പക്ഷേ നിങ്ങൾ ഈ ഒരു കണ്ടതുപോലത്തെ ടാർഗറ്റ് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെ ടാർഗറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, അവിടെ ഒരു പി ഒ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പി ഒ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ വെച്ച് ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ബ്രേക്ക് ഈവൻ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.